പാലാ മുണ്ടുപാലം സെമിനാരിപ്പടി ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ. ഇരിപ്പു കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം കുറേ മാഫിയകൾ വന്ന് പല പേരിൽ 25 സെൻറ്റ് സർക്കാരിന് നികത്താം, കൃഷി ലാഭകരമല്ലാത്ത ഇടങ്ങളിൽ 25 സെൻറ്റ് മേടിച്ചാൽ നികത്താം എന്നുള്ള ആ നിയമത്തിൻ്റെ മറവ് പിടിച്ചുകൊണ്ട് ഭർത്താവും ഭാര്യയും മച്ചാനും വല്യമ്മയും ചിറ്റമ്മയും എല്ലാം സ്ഥലം 25 സെൻറ്റ് വെച്ച് മേടിച്ചു കൂട്ടി ഇത് നികത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പാലാ മുണ്ടുപാലം സെമിനാരിപ്പടിക്കിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേറെ ഈ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്തു അതിൻ്റെ വേറെ ഒരു അനുരണനങ്ങളാണ്. മഴ ഒരാഴ്ച തുടർന്ന് പെയ്തു കഴിഞ്ഞാൽ പോലും പ്രശ്നമില്ലാത്ത ഈ സമാന്തര പാത ഇവിടെ വെള്ളക്കെട്ട് തുടങ്ങിയിരിക്കുന്നു. ആ ലെവലിലോട്ട് ഈ പാടം നികത്തി ഇപ്പം വെള്ളം കയറുന്ന സ്ഥിതി, ഈ റോഡ് ആദ്യം തന്നെ വെള്ളം കയറുന്ന സ്ഥിതിയിലോട്ട് അതിൻ്റെ അനുരണനം. ഈ പാടം മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരിക്കലും നിറയാത്ത പാടങ്ങൾ ഇത് കായൽ പോലെയായി നികന്ന് കിടക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ആ തെങ്ങൊക്കെ നിൽക്കുന്നത് ജോർജ് സി കാപ്പൻ എന്ന് പറയുന്ന സഹകാരിയുടെ സ്ഥലം. അദ്ദേഹം 10-15 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയെല്ലാം നികത്തിക്കളഞ്ഞതാണ്. നികത്തി കോട്ട കെട്ടി വീടും വെച്ചു. അവിടെ തന്നെ ആർക്കും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അത് നേരത്തെ ചെയ്തതാണ്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടോ ഒരു റോഡ്, സഞ്ചാരയോഗ്യമായ റോഡ് ഇതിപ്പം വെള്ളം കയറി മുങ്ങുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. വെള്ളം കയറിയിട്ടില്ലാത്ത വലിയ വെള്ളപ്പൊക്കത്തിൽ മാത്രം റോഡ് നിറഞ്ഞു പോയിട്ടുള്ള ഇതിപ്പോൾ വെള്ളക്കെട്ടായി. ഇപ്പം ഏകദേശം അരയടി വെള്ളമായി. ഈ മണൽ മാഫിയ, ഈ പച്ചമണ്ണ് മാഫിയ വന്ന് ഇവിടെ സ്ഥലം മേടിച്ച് പാടം നികത്തുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ നഗരത്തിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ മുണ്ടുപാലം പ്രദേശത്തൂടെ യാത്ര അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര പോലും സുരക്ഷിതമല്ല, റോട്ടിൽ വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് വരും. ഇതാണ് ഇവിടെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നുമല്ലാത്ത രീതിയിലായി. ഇതാണ് ഭീകരമായ തോതിൽ പച്ചമണ്ണ് മാഫിയ മുണ്ടുപാലം സെമിനാരിപ്പടിയിൽ നികത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഈ അടുത്ത കാലത്തൊരു വിധി വന്നു. അതിൻ്റെ പേരിൽ ഒരു സാമിട്ട് കണ്ട് ഇപ്പോൾ നികത്താതെ തൽക്കാലം വിജയകരമായ പിന്മാറ്റം നടത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ നികത്തിയ പാടത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണുള്ളവർ കാണട്ടെ. ഇവിടെ കുറേ പ്രകൃതി സ്നേഹികളുണ്ടല്ലോ, കുറേ കവികളുമുണ്ട്. ഹാ വനമേ ഹീ വനമേ എന്നും പറഞ്ഞുകൊണ്ട് കവിത എഴുതുന്ന എല്ലാവരും കാശ് മേടിച്ചുകൊണ്ട് ഈ കളിയെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് മുണ്ടുപാലം അങ്ങേറ്റത്തൂടെ കാറ് പോകുന്നതൊക്കെ കാണാം. ഇനി എത്ര കാലം ഇങ്ങനെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കാറ് പോക്കും എല്ലാം മുണ്ടുപാലം പാത്തിക്കൽ വളവ് ഭാഗത്തുകൂടെയുള്ള ഗതാഗതം വരെ ഈ കണ്ടം നികന്നു കഴിഞ്ഞാൽ ഇനി നടക്കില്ലാത്ത അവസ്ഥയാവും. പച്ച നെറ്റ് കെട്ടിയിട്ടിരിക്കുന്ന ഒരു 50,000 രൂപ മുടക്കിയാണ് ആ പച്ചനെറ്റൊക്കെ കെട്ടിയിരിക്കുന്നത്. പാവപ്പെട്ട കർഷകരാണെന്നാണ് പറയുന്നത്. ഈ കണ്ടം മേടിച്ചിരിക്കുന്നവർ അവർ പാവപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. ഈ പാവങ്ങളുടെ നിർവചനം എന്താണെന്നുള്ളത് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ നികത്തലിനെതിരെ സ്ഥിരമായി വാർത്ത കൊടുത്തുകൊണ്ടിരുന്നതാണ് കോട്ടയം മീഡിയ. ഉടനെ ഈ പച്ച നെറ്റ് കാണുന്നിടത്ത് കൊണ്ട് രാത്രി 1 മണിക്കും വെളുപ്പിന് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കൊരു ബോർഡ്, ചുമല ബോർഡ് കൊണ്ട് സാധിച്ചു. ഇത് നിയമാനുസൃതം നികത്തുന്നതാണ്. ഈ നികത്തലിനെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്നും പറഞ്ഞുകൊണ്ട് രാത്രിയിലാണ് കൊണ്ടുവച്ചത്. പകൽ വെക്കാൻ ധൈര്യമില്ല, രാത്രിയിൽ. അതിനെതിരെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. പാലായിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥയെക്കാളും ഭീകരമാണ്. ഇവിടെ പ്രതികരിക്കുന്ന കുറേ കക്ഷികളുണ്ടായിരുന്നു. ആ കക്ഷികളുടെയൊക്കെ നാവ് കാശിക്ക് പോയി. അപ്പോൾ ആർക്കും ഒരു പ്രതികരണവും ഇല്ല. എല്ലാവരും വീട്ടിൽ കയറി. ഇപ്പം കണ്ടോ, ഒരു മഴ കനത്ത ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സെമിനാരി ആശാനിലയം റോഡ് വെള്ളത്തിലാവും. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. മണൽ മാഫിയ ആയിരക്കണക്കിന് ലോഡ് കൊണ്ട് ഇറക്കി. PWയുടെ റോഡ് ചകിരിപ്പരുവായി. ഇത് കണ്ടോ, ഇത് മെറ്റലെല്ലാം തെളിഞ്ഞ് ചകിരി ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ച് റോഡുകളായി.
ഇതേ ഒരു റോഡിൻ്റെ അവസ്ഥയാണ്. കണ്ടോ, ഇഞ്ച ചതയ്ക്കുന്നവർ ഇനി എത്ര ലക്ഷം രൂപയായിരിക്കും ഇനി അതിനു വേണ്ടി മുടപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ളവർ കാശ് മേടിച്ചുകൊണ്ട് ഇത് പ്രധാന റോഡ് ഈ അടുത്ത കാലത്ത് അത് മെയിൻ്റെനൻസ് ചെയ്തുവിട്ട് പോയതാണ്. പ്രധാന റോഡിൽ നിന്ന് ആശാനിലയത്തിലോട്ട് പോകുന്ന വഴിക്ക് നൂറുകണക്കിന് ടിപ്പറുകൾ കയറി ഇഞ്ച പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഈ മഴയത്ത് ആ ഇഞ്ച പരുവത്തിലാക്കിയത് തെളിഞ്ഞ് ഇത് സോള് ചെയ്ത് 1.5 ഇഞ്ചിൻ്റെ സോള് വരെ തെളിഞ്ഞു. ഇതാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കാശും മേടിച്ചുകൊണ്ട് നടക്കുന്ന ജനസേവനം. എല്ലാവരും ഒന്ന് കാണണം, പ്രതികരിക്കണം. ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആരെന്ത് ചെയ്താലും കാശ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അനുമതി കൊടുക്കുകയാണ് പാടം നികത്തിക്കൊള്ളാൻ. ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വരുമാനം എന്താണെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതാണ്.